ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 46 അധ്യായം 10 തിരുവചനം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. മനോഹരമായ സുവിശേഷത്തിലെ ഒരു രംഗമുണ്ട്. ആടി ഉലയുന്ന വഞ്ചിയിൽ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ ശിഷ്യഗണം ഭയന്ന് വിറയ്ക്കുന്നതിൻ്റെ നടുവിൽ ഈശോനാഥൻ ശാന്തമായി ഉറങ്ങുകയാണ്. എന്തൊരു ശാന്തതയാണ് അവൻ്റെ ആത്മീയതയ്ക്ക്. നമ്മുടെ ജീവിതം ഇങ്ങനെ കലുഷിതമാണ്, ബഹളമയമാണ്. എവിടെ ചെന്നാലും ഒരൊച്ചപ്പാടിൻ്റെയും ആഘോഷത്തിൻ്റെ ലോകമാണ് പ്രിയപ്പെട്ടവരെ. ശാന്തമായൊന്നിരിക്കാൻ, ശാന്തമായൊന്ന് പ്രാർത്ഥിക്കാൻ, ശാന്തമായൊന്ന് ധ്യാനിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നത് ഒരു പരാജയമാണ്. ഈശോ നോക്കി കാൽവരിയിലേക്ക് പോയപ്പോൾ അവൻ ചെയ്തത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, മക്കളെ, 1 മണിക്കൂർ നിങ്ങൾക്ക് എന്നോടുകൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? അവൻ്റെ ക്രൂരമായ വേദനകളുടെ നടുവിൽ അവൻ ശാന്തത കണ്ടെത്തി പ്രാർത്ഥനയ്ക്കായി. നമുക്ക് ഈ ശാന്തത ആവശ്യമാണ്. ഇന്ന് പിള്ളേർക്കൊക്കെ എല്ലാം ബഹളമാണ്. ആ ബഹളമല്ല, ശാന്തമായിരിക്കുന്ന ഒരു ആത്മാവുണ്ടാകട്ടെ. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവം ഉള്ളിലുള്ളവർക്ക് മാത്രമേ ശാന്തതയുടെ ആത്മാവിനെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഈ നോമ്പുകാലത്ത് കുറെ കൂടെയൊക്കെ ഒന്ന് ശാന്തമാകുവാൻ, ഈശ്വര സന്നിധിയിലിരിക്കുവാൻ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.